ഹലോ കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം. അതായത് ശാലിനിയും വിഷ്ണുവും എന്ന് കണ്ടുമുട്ടും. അവരെപ്പോഴെങ്ങാനും കണ്ടുമുട്ടിപ്പിക്കുകയോ ഡയറക്ടർ എന്നായിരുന്നു എല്ലാവരെയും സംശയം. ഇന്ന് ആ ദിവസമായിരുന്നു വന്നിരിക്കുന്നത്. അതായത് ശാലിനിയും വിഷ്ണു മുഖാമുഖം കണ്ടുമുട്ടിയിരിക്കുന്നു. വിഷ്ണുവിൻ്റെ അന്നത്തെ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇത്ര സൂപ്പറായിട്ട് അഭിനയിക്കുന്ന ഒരു നടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. കാരണം മിനി ടി വിക്കകത്ത് ഇങ്ങനത്തെ രീതിക്കകത്ത് ഇത്രയും ഫാൻറ്റാസ്റ്റിക്കായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ് എന്ന് തന്നെ പറയണം. കാരണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അത്രയും വലിയ കഴിവ്. അപ്പം വിഷ്ണുവിൻ്റെ ഇന്നത്തെ അഭിനയം എന്ന് പറയുന്നത് തകർത്തു. ഇന്ന് സീരിയൽ പൊളിച്ചു എന്ന് തന്നെ പറയണം. അപ്പോൾ ഇന്നത്തെ സീരിയൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സത്യഭാമ അതായത് ശാലിനിയുടെ മോള് പറയുന്നു, എനിക്ക് അച്ഛനെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇത് പറയുന്ന അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമേ അല്ല. കാരണം എനിക്ക് അമ്മയെ വളരെ ഇഷ്ടമാണ്. അമ്മ യു ആർ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ പ്രോഗ്രാം അങ്ങ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ ആങ്കർ, അതായത് ആനിവേഴ്സറിയുടെ ആങ്കർ പറയുന്നു, ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ സത്യഭാമയൊക്കെ പോയിരിക്കുന്നു. അപ്പം ഇനി അടുത്തെന്ന് പറയുന്നത് തേജസ്വിനീനെ സത്യഭാമ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പം അതേവേണ്ടി സത്യഭാമ ഒരു ഷോളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് തേജസ്വിനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം സത്യഭാമയുടെ വിചാരം, കാരണം തേജസ്വിനിയാണ് സത്യഭാമേനെ ജീവൻ രക്ഷപ്പെടുത്തിയെന്നല്ലേ സത്യഭാമയുടെ യഥാർത്ഥ വിചാരം. അപ്പം അതിനനുസരിച്ച് തേജസ്വിനെക്കുറിച്ച് സത്യഭാമ വളരെ പൊക്കിയൊക്കെ പറയുന്നു. ഇതൊക്കെ പൊക്കി പറയുമ്പോഴാണെങ്കിൽ ശാലിനിയുടെ അനിയത്തി ശ്യാമ അവിടെ വേദിയിലുണ്ടല്ലോ. അപ്പം പറയുന്നത്, എനിക്ക് പറയണമെന്നുണ്ട്, എൻ്റെ കുഞ്ഞേച്ചിയാണ് രക്ഷപ്പെടുത്തിയല്ല തേജസ്വിനിയെല്ലാം രക്ഷപ്പെടുത്തിയെന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിൽ പറയുന്നു. അതുകൂടാതെ വിഷ്ണുവിനും അറിയാമല്ലോ ശാലിനിയാണ് തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തിയെന്ന് അറിയാം. പക്ഷെ അത് പറയാൻ പറ്റാത്തതിൻ്റെയും ശാലിനിയെ കണ്ടിട്ടില്ലാത്തതിൻ്റെ എല്ലാം ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു സങ്കടവും എല്ലാം കൊണ്ട് വിഷ്ണുവും അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ വിഷ്ണുവിന് ഇതൊക്കെ കണ്ട് ഒരു വിഷമമായപ്പോഴത്തേക്കും വിഷ്ണു നേരെ പുറത്തിറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു ചേർന്നകത്തിരിക്കുന്നു. അപ്പം സത്യഭാമ, അതായത് കുഞ്ഞ് സത്യഭാമയും അതിൻ്റെ ഒപ്പം തന്നെ പത്മിനി, രണ്ടുപേരും കൂടെ വന്നിട്ട്, വലിയച്ഛ വിഷമിക്കേണ്ട, ബിഗ് ഫ്രണ്ട് വിഷമിക്കേണ്ട, ചേച്ചി വരും, അതുകൊണ്ട് വിഷമിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും സത്യ പറയുന്നു, ഞാൻ എൻ്റെ അമ്മ വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും വന്നല്ലോ, ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചോട്ടെ. അപ്പോൾ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ ഫോണാണ് സത്യഭാമ മേടിക്കുന്നത്. അപ്പം ഇത് ഫോൺ പത്മിനി അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് മുന്നേ ഇവർ രണ്ടുപേരും വിഷമിക്കേണ്ട വന്നിട്ട് വിഷ്ണുവിന് രണ്ടുപേരും ഓരോ ഉമ്മ കൊടുക്കുന്നുണ്ട് ഓരോ കവളിലും. അത് വളരെ ക്യൂട്ടായ സീൻ. കാരണം ഒരു ഫാദർ ഡോട്ടർ ബോണ്ടിങ് അതിനകത്ത് വളരെ സൂപ്പറായിരുന്നു. അപ്പം ഈ ഫോണിനകത്ത് വിളിക്കുവാണ് സത്യഭാമ, ശാലിനിയുടെ നമ്പറിലേക്ക് ഫോൺ വിളിക്കുവാണ്. അപ്പോൾ ശാലിനി നമ്പർ വിളിക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ ഫോൺ ഈ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുന്നത് വിഷ്ണു ഏട്ടൻ കോളിംഗ് എന്നാണ് കാണിക്കുന്നത്. ശാലിനി ഇത് കണ്ടിട്ട് ശാലിനിയുടെ കണ്ണൊക്കെ നിറയുന്നു. ശാലിനി ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട്. അത് ഭയങ്കര ടെൻഷനകത്താണ് ശാലിനി നിൽക്കുന്നത്. അപ്പം ശാലിനി ഈ ഫോൺ എടുക്കുന്നില്ല, വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും എടുക്കുന്നില്ല. അപ്പം പിള്ളേർ ഇവിടെ പുറത്ത് പറയുവാണ്, ചിലപ്പോൾ എൻ്റെ അമ്മ വന്നുകൊണ്ടിരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് സത്യഭാമ പറയുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ശാലിനി ഈ ഫോൺ റിപ്പീറ്റഡ്ലി അടിച്ചു കണ്ടപ്പോഴത്തേക്കും ശാലിനിക്ക് ഒരു പേടി, ഇനി എങ്ങാനും വിഷ്ണുവേട്ടൻ കണ്ടു കാണുമെന്നുള്ള പേടിയുണ്ട്. ശാലിനി എന്ത് ചെയ്യുവാണ്, ആ വേദിയിൽ നിന്ന് പുറത്തു പോയി കാറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യുവാണ്. ശാലിനി വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇവിടുത്തെ ആനിവേഴ്സറി പരിപാടികളെല്ലാം തന്നെ തീർന്നു. അപ്പം തേജസ്വിനി പുറത്തേക്ക് വരുവാണ്. അപ്പം തേജസ്വിനി യാത്രയാക്കാൻ സത്യഭാമ പുറത്ത് വന്നിട്ടില്ല. തേജസ്വിനിയും പിന്നെ ബാക്കി സംഘാടകരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പം തേജസ്വിനി വരുമല്ലോ എന്ന് കണ്ടിട്ട് ശാലിനി കാറിൻ്റെ ഗ്ലാസ് താത്ത് വയ്ക്കുകയാണ്. അപ്പം തേജസ്വിനി വന്നു. തേജസ്വിനി കാറിൻ്റെ അകത്തിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് സംഘാടകർ മാഡത്തിന് വളരെ നന്ദി ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തേജസ്വിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് വിഷ്ണു വിഷ്ണു അവിടെ വന്നിട്ട് ശാലിനിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് ശാലിനി എന്തായാലും വന്ന് കാണുന്നു വിഷ്ണുവിൻ്റെ മനസ്സ് പറയുന്നു. കാരണം വിഷ്ണുവിന് അത്രയ്ക്ക് മനസ്സിനൊരു പടപടപ്പുണ്ട്. ശാലിനി വന്നിട്ടുണ്ടാവും, ശാലിനി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അമ്പലത്തിലും എനിക്ക് ഇതേപോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്, ശാലിനി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിൽക്കുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മൊത്തം ശാലിനി അന്വേഷിക്കുവാണ്. അങ്ങനെ വിഷ്ണു മൊത്തത്തിൽ ശാലിനിയെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശാലിനി വിഷ്ണു നോക്കുന്നത് കണ്ടു. അങ്ങനെ ശാലിനി ഇങ്ങനെ മറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും വിഷ്ണു നേരെ കാറിൻ്റെ അകത്തേക്ക് നോക്കി. ഗ്ലാസ് താത്തിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് നേരെ കാണാൻ പറ്റും. ലാസ്റ്റ് നോക്കിയപ്പം വിഷ്ണുവും ശാലിനിയും മുഖത്തോടേക്ക് മുഖം ആയിപ്പോയി നോക്കുന്നത്. അതായത് കണ്ണും ഒരുമിച്ച് തന്നെ ലോക്ക് ചെയ്ത രീതിക്കകത്തായിരുന്നു അവർ ഇന്നത്തെ നോട്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിട്ടാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്നത്. ശാലിനിക്ക് അയ്യോ കണ്ടുപോയല്ലോ, വിഷ്ണുവിനാണെങ്കിൽ ശാലിനി ഇവിടെ ഉണ്ടായിട്ടുമാണോ എന്നെ കാണാൻ വരാത്തെന്നുള്ളതിൻ്റെ അങ്ങനത്തെ ഒരു മുഖഭാവമാണ് വിഷ്ണുവിൻ്റെ കണ്ണിനകത്ത് ഉണ്ടായത്. അങ്ങനെ രണ്ടുപേരും നോക്കുന്നു. ശാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോഴത്തേക്ക് തേജസ്വിനി ശാലിനിയെ നോക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ശാലിനി ഒന്നും പറയുന്നില്ല. ശാലിനി മെല്ലെ പറയുന്നത്, തേജസ്വിനി പുറത്തേക്ക് നോക്കുന്നത്. തേജസ്വിനിയെ യഥാർത്ഥത്തിൽ വിഷ്ണുവിനെ കണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല.
ശാലിനി പെട്ടെന്ന് തന്നെ ഡ്രൈവർ രാമേട്ടനോട് പറയുന്നു, രാമേട്ട വണ്ടി എടുക്കെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും വണ്ടി വിട്ടു വന്നു. വിഷ്ണു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു മിനിറ്റ് മനസ്സിലാവാതെ തന്നെയാണ് ശാലിനി നോക്കിക്കൊണ്ടിരുന്നത്. വിഷ്ണു വണ്ടിയുടെ പിറകെ ഓടുമ്പോൾ ഹേ നിർത്ത് വണ്ടി നിർത്ത് എന്ന് പറഞ്ഞ് ശാലിനി എന്ന് വിളിച്ചിട്ട് അങ്ങനെ വിഷ്ണു എന്താണ് ആ വിഷ്ണു ലോകം ഹോട്ടലിൻ്റെ ആ എൻട്രൻസ് തൊട്ട് റോഡ് വരെ തിരിച്ച് ആ വണ്ടിയുടെ പിറകെ തന്നെ ഓടുവാണ്. ശാലിനി കാറിൻ്റെ അകത്തിരുന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വിഷ്ണു പിറകെ ഓടി വന്നെ കാണുന്നു. തേജസ്വിനി ഇത് കണ്ടിട്ട് പറയുന്നു, ശാലിനി നിനക്ക് എന്താ, നീ ഇത് അംഗീകരിച്ചിട്ട് കണ്ടോ, വിഷ്ണു നിനക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ശാലിനി എന്താണ് തേജസ്വിനിയോട് പറഞ്ഞു, ഒന്നും പറയരുതെന്ന രീതിക്കകത്ത് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷ്ണു എന്താണ് ശാലിനിയുടെ പിറകെ സങ്കടത്തോടുകൂടി ഓടുവാണ്. ശാലിനിയും ഇത് കണ്ട് വളരെ സങ്കടത്തിൽ തന്നെയാണ്. ലാസ്റ്റ് വിഷ്ണു എന്താണ് ഒരു കൈ കുത്തി അങ്ങ് റോഡിൽ അങ്ങ് ഇരിക്കുവാണ്. അത്ര സങ്കടത്തോടുകൂടി ഇരിക്കുവാണ്. ഇത്രയും ഇമോഷണലായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയിൽ ഒന്നും ഈ സീരിയൽ പോയിട്ടില്ല. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം, അതായത് 2 പേരും തമ്മിൽ കണ്ടുമുട്ടുന്ന എന്നാന്നുള്ള ഒരു നിമിഷം വന്നു. ഇനി ബാക്കി കിടക്കുന്നത് സത്യ ആരാണെന്ന് അറിയുന്നതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കി എങ്ങനെ പോകും നോക്കാം. അപ്പോൾ ഇന്നത്തെ സീരിയൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് എന്നും പറയാൻ നമുക്കൊരു എനർജി കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.